السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചറബ്ബ് അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു അൻ അബീഹി അൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖറജ ഇലാ മസ്ജിദിൻ ഫവജദ മുആദ് ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ഖി ഫഖാല മാ യുബ്ഖീക ഖാല ഹദീസുൻ سمعته من رسول الله صلى الله عليه وسلم قال اليسير من الرياء شرك ومن عاد أولياء لله فقد برز الله بمحاربه إن الله يحب الأبرار الأتقياء الأخفياء الذين إذا غابوا لم يفتقدوا وإن حضروا لم يعرفوا قلوبهم مصابيح الهدى يخرجون من كل غبراء مظلمة. മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിവരിക്കുന്നു, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബിയുടെ ഖബറിന്റെ സമീപത്തിരുന്ന് കരയുകയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. ഹദീസിൽ കാണാം, മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന രംഗം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മുആദേ, നീ എന്തിനാ കരയുന്നത്? മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഞാൻ നിങ്ങളും കാണണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ഷരീഫിന്റെ ചാരത്ത്, ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. എന്നെ ഒരു ഹദീസാണ് കരയിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഏത് ഹദീസാണ്? അവിടുന്ന് പറഞ്ഞു, ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിസ്സാരമായതുപോലും ശിർക്ക് ആണ് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ അമല്, നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ ഓതലാകട്ടെ, അല്ലെങ്കിൽ ദിക്റുകളാകട്ടെ, സ്വലാത്തുകളാകട്ടെ, ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും അത് ശിർക്കാണ്, അത് പങ്കുചേർക്കലാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദീസ് ഓർമ്മ വന്നതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും ഒരു ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ ഒരു പാപത്തിലേക്കാണ് എത്തിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ അത് ചെറുതാണെങ്കിൽ പോലും ശിർക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്നത്, ചിലരൊക്കെ നിസ്കരിക്കുമ്പോൾ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ജനങ്ങൾ പറയണം, ഞാൻ വലിയ ഖുർആൻ ഓത്തുകാരനാണെന്ന് ജനങ്ങൾ പറയണം, ഞാൻ എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഞാൻ ഒരുപാട് ദിക്റുകൾ പറയുന്ന ഒരാളാണെന്ന് ജനങ്ങൾ പറയണം. ഇങ്ങനത്തെ രീതിയിലുള്ള ഓരോ സൽക്കർമ്മങ്ങളും നാം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഭവിഷ്യത്ത് അത് ശിർക്കായി മാറുന്ന ഒരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവൻ അള്ളാഹുവിനോട് തന്നെ യുദ്ധം പ്രഖ്യാപനം നടത്തിയവനാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ ശത്രുത ഒരിക്കലും പുലർത്താൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, അലിമീങ്ങൾ, ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ഖുർആൻ പഠിച്ചവർ, ഇങ്ങനെയുള്ള അള്ളാഹു ആദരിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ.
ചെയ്യുന്നവർ, അവരോട് നിങ്ങൾ ഒരിക്കലും ശത്രുത പുലർത്തരുത്. അത് അള്ളാഹുവിനോട് ഈ ശത്രുത പുലർത്തുന്നത് പോലെയാണ്, അള്ളാഹുവിനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലെയാണെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിശ്ചയം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെയും സൂക്ഷ്മത പുലർത്തുകയും കാണാമറയത്ത് കർമ്മനിരതരായിരിക്കുകയും ചെയ്യുന്നവരെയാണ്. അവർ സദസ്സിൽ ഹാജരായില്ലെങ്കിലും ആരും അവരെ അന്വേഷിക്കുകയില്ല, അവർ വന്നാൽ തിരിച്ചറിയുകയുമില്ല. അവരുടെ ഹൃദയങ്ങൾ സന്മാർഗത്തിന്റെ ദീപങ്ങളാകുന്നു. ഇരുൾമുറ്റിയ വിജന പ്രദേശങ്ങളിൽ നിന്ന് അവർ കടന്നു വരുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. അവരെവിടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വലിയ പബ്ലിസിറ്റിയോ സ്റ്റേജിലോ ഫോട്ടോയിലോ ഒന്നും വരാറില്ല. അവർ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തുകൾ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഒരിക്കലും ശത്രുത പുലർത്തരുത്. അത് അള്ളാഹുവിനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലെയാ. നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം, നിങ്ങൾ വല്ലാതെ ഭയപ്പെടണം എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക. അള്ളാഹു ആദരിച്ചവരെ നാം ഓരോരുത്തരും അവിടെ ആദരിക്കുക. അള്ളാഹു